നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അമ്മ പറയുന്നതിനപ്പുറം ചലിക്കാത്ത ഒരാളും ശബരേട്ടനുണ്ട് അങ്ങനെ ഒരു കുഴപ്പം. അച്ഛൻ എന്ത് പറഞ്ഞാലും അതാണ് ശബരേട്ടന്റെ വേദവാക്യം. നമ്മൾ ഇതുവരെ നമ്മുടെ അച്ഛനനുസരിച്ച് ജീവിച്ചവരല്ലേ എന്റെ ദയെ. ശബരിയുടെ അച്ഛൻ നല്ലൊരു മനുഷ്യനാണെന്നാ എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ, പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അങ്ങനെയൊക്കെ തോന്നും. ആദ്യമൊക്കെ എന്നോടും വലിയ സ്നേഹമൊക്കെ ആയിരുന്നു. അല്ല, പിന്നീട് എന്താ പറ്റിയേ? നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷമല്ലേ അദ്ദേഹം നമ്മുടെ അച്ഛനോട് ഇനി ഇങ്ങനെ ഒരു മരുമകള് ആ വീട്ടിൽ വേണ്ടാന്ന് പറഞ്ഞത്? അങ്ങനെ പറയാൻ അദ്ദേഹത്തിന് എന്താ അധികാരം? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ അവിടുന്ന് വന്നേ? അങ്ങേരുടെ മകനല്ലേ തെറ്റ് ചെയ്തത്. ആ, മകന്റെ തെറ്റിന് അച്ഛനും കൂട്ടുനിന്നു, അതാ സത്യം. ഇതുപോലെയുള്ള അച്ഛനും അമ്മയുള്ള വീട്ടിലേക്ക് പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അയക്കരുത്. എന്റെ അനുചിച്ചിന്റെ ലൈഫ് ഇങ്ങനെയായത് അതുകൊണ്ടാ. ശബരേട്ടനെ എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിർത്താനാ എന്റെ തീരുമാനം. അതുപോലെ ഇന്ദ്രേട്ടന്റെ അമ്മയുടെ അടുത്തേക്ക് വിടാതിരുന്ന അനുചേച്ചിക്കും നല്ലൊരു ലൈഫ് ഉണ്ടാവും. ആ, നീയേ ഇതൊന്നും പോയി അനുചേച്ചി ഉപദേശിക്കാൻ പോകണ്ട. നല്ല അടി കിട്ടും ചേച്ചിയുടെ കയ്യിൽ നിന്ന് നിനക്ക്. അല്ലെങ്കിൽ എന്റെ വാക്കിന് ഇവിടെ ആർക്കും വിലയില്ലല്ലോ. ശബരേട്ടനും എന്നെ ഇപ്പൊ വേണ്ടതായി. സ്വത്ത് മോഹിച്ചാണെങ്കിലും ഇന്ദ്രേട്ടൻ അനുചേച്ചിയെ കാണാൻ വന്നു. എന്റെ ഭർത്താവിന് അതും വേണ്ട. കൊണ്ടുവയ്ക്കും.